ദേ വീണ്ടും ഞാൻ. അതെ, കാനഡയിലെ ഒരു ബ്ലഡ് ടെസ്റ്റ് അപാരതയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇതാണ് ഒട്ടും താല്പര്യമില്ലാതെ എന്റെ കൂടെ വരുന്ന എന്റെ ബൈസ്റ്റാൻഡർ. വീഡിയോ എടുക്കുന്നു പറഞ്ഞാൽ മുഖം അപ്പുറത്തേക്ക് തിരിച്ചു വെക്കും. അപ്പൊ ഈ ബൈസ്റ്റാൻഡറിനെ കൂട്ടി ഞാൻ ഈ നല്ല മഴയും തണുപ്പുള്ള ദിവസം എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു മാസം മുന്നേ കൊടുത്ത ഒരു ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കാരണമായത് ബൈസ്റ്റാൻഡർ ദിവാൻഷു തന്നെയാണ്. കാരണം അവന് വേണ്ടി ടെസ്റ്റ് ചെയ്യാനാണ് പോയത്. അപ്പൊ അവന് കുറെ ECG അത് മറ്റത് മറിച്ചതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ ബോർഡടിച്ച് ചൊറിയും കുത്തിയിരുന്നപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് എന്റെ ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്തേക്കാം. എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഒരു മാസം ആയി, ഒരു വിളിയും പറച്ചിലും ഒന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ ഒരു കോൾ വന്നു, അതിൽ എന്തായാലും എത്രയും പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരെ വരണം, കുറച്ച് സീരിയസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഇതെന്ത്. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ ഞാൻ ദിവാൻഷനെ കൂട്ടി നേരെ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറിനെ കാണാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ദിവാൻഷു ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ ബട്ട് യു ഹാവ് സം അയൺ ഡെഫിഷ്യൻസി. ഈ അയൺ ഡെഫിഷ്യൻസി പറയാനാണ് അവർ ഇത്ര കാര്യമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയത്.